കഴിഞ്ഞ എപ്പിസോഡിൽ യുറാനസ് എന്ന് വെച്ചാൽ അച്ഛനെ കൊന്നിട്ട് ക്രോണസ് ഈ വേൾഡിൻ്റെ സുപ്രീം പവർ ആവുന്ന സ്ഥലത്താണ് നിർത്തിയത്. യുറാനസ് ചെയ്യുന്നത് ക്രോണസിൻ്റെ അടുത്ത് ആ സമയത്ത് ശപിക്കുന്നുണ്ട്, എങ്ങനെയാണോ ഞാൻ എൻ്റെ മകനാൽ വധിക്കപ്പെടുന്നത് അതുപോലെ തന്നെ നിനക്കും ഈ ഒരു വിധി വരും എന്നുള്ളത് ക്രോണസിൻ്റെ അടുത്ത് പറയുന്നു. സുപ്രീം പവറായിട്ട് നിൽക്കുന്ന സമയത്തും ക്രോണസിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ആദിയാണ്, എങ്ങനായിരിക്കും എൻ്റെ മരണം എന്നുള്ളത്. ക്രോണസ് ടൈറ്റൻ റിയെ കല്യാണം കഴിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഗോഡസ് ആണ് ടൈറ്റൻ്റെ. കുറച്ച് നാളുകൾക്ക് ശേഷം ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നു, ഹെസ്റ്റിയയും വളരെ ബ്യൂട്ടിഫുള്ളായ ഡിവൈൻ പവറാണ്. പക്ഷെ ക്രോണസിന് കാണുന്ന സമയത്ത് എന്നെ കൊല്ലാൻ വേണ്ടി ജനിക്കുന്ന ഒരു മകളെയാണ് ക്രോണസിന് കാണുന്നത്. ക്രോണസിൻ്റെ ഉള്ളിലുള്ള രാക്ഷസൻ അല്ലെങ്കിൽ മോൺസ്ട്രസ് പവേഴ്സ് ഉണരുന്നു. ക്രോണസ് ചെയ്യുന്നത് ഹെസ്റ്റിയയെ അമ്മ റിയയുടെ കയ്യിൽ നിന്ന് വാങ്ങി വിഴുങ്ങും. പിന്നീട് ഉണ്ടാവുന്ന എല്ലാ കുട്ടികളെയും ക്രോണസ് കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും വിഴുങ്ങും. അപ്പോൾ ഈ അമ്മ റിയയ്ക്ക് വലിയ വിഷമമാണ്, കാരണം കുട്ടികളുണ്ടാവുന്നു, ക്രോണസ് അവരെയൊക്കെ വിഴുങ്ങുന്നു, അതുപോലെ വിഴുങ്ങുന്നു. അങ്ങനെ 6ാമത്തെ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ടൈറ്റൻ റിയ വിചാരിക്കും ഇത്തവണ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ കുട്ടിയെ കൊടുക്കില്ല. അങ്ങനെ ദൂരെ ഒരു മൗണ്ടനിൽ ഒരു കേവിൽ റിയ കുറച്ച് നാൾ ഒളിച്ചു നിൽക്കുന്നു പ്രഗ്നൻ്റ് ആയ സമയത്ത്. അവിടെ വെച്ച് സിയൂസ് എന്ന് പറയുന്ന കുട്ടിക്ക് ജന്മം നൽകുന്നു. സിയൂസിനെ അവിടെയുള്ള കുറച്ച് ആമോഫിയ ഗോട്ട് എന്നും കൂടെ പറയട്ടെ, അവിടെ ഒന്ന് കട്ട് ചെയ്യണേ. സിയൂസിനെ മൗണ്ടനിൽ കുറച്ച് മൃഗങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് റിയ ഒരു കല്ല് പൊതിഞ്ഞ് തിരിച്ച് ക്രോണസിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ക്രോണസ് കണ്ണുപോലും ചിമ്മുന്നില്ല, വേഗം തന്നെ ഈ കുട്ടിയെ വിഴുങ്ങാനായിട്ട് വാങ്ങുന്നു, ഈ കല്ല് വിഴുങ്ങുന്നു. ക്രോണസ് വിചാരിക്കുന്നത് ഇനി എന്നെ കൊല്ലാനായിട്ട് ആരുമില്ല, ഇനി ഞാനാണ് സുപ്രീം പവർ, എല്ലാ കുട്ടികളെയും വിഴുങ്ങിക്കഴിഞ്ഞാൽ എന്നെ കൊല്ലാനായിട്ട് ആരും വരുന്നില്ല. അവിടെ മൗണ്ടനിൽ സിയൂസ് വളരുന്നു. സിയൂസിനെ നോക്കുന്നത്, പാല് കൊടുക്കുന്നത് ആമോഫിയ ഗോട്ടാണ്. ഓരോ ദിവസവും പലരുടെയും ഹെൽപ്പോടെ ഒരു ഈഗിളുണ്ട്. ഈ പരുന്താണ് സിയൂസിന് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നല്ല ഒരു സുപ്രീം പവറായ അഡൽട്ടായിട്ട് സിയൂസ് വളരുന്നു. സിയൂസിന് അപ്പോഴാണ് മനസ്സിലാവുന്നത് കൂടെ ഉണ്ടായ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ക്രോണസിൻ്റെ വയറിൽ കിടന്ന് വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അവരെ രക്ഷിക്കേണ്ട ചുമതല സിയൂസിനാണെന്ന് മനസ്സിലാക്കി. ആ സമയത്ത് തന്നെ സിയൂസ് ഒരു ഡിവൈൻ പവർ മെറ്റിസിനെ കാണുന്നു. മെറ്റിസ് ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി ക്രോണസിന് കൊടുക്കാനായിട്ട് പറയുന്നു. സിയൂസ് ഈ ഒരു പോയിസൺ കൊണ്ടുവരുന്നു. ക്രോണസ് മനസ്സിലാക്കുന്നില്ല ഇത് മകനാന്നുള്ളത്. ക്രോണസിൻ്റെ വിചാരം എല്ലാ മക്കളും ഇപ്പോൾ ക്രോണസിൻ്റെ വയറ്റിലാണല്ലോ, ഇനിയിപ്പോൾ എന്നെ കൊല്ലാനായിട്ട് ആരുമില്ല, ഞാൻ സുപ്രീമാണ്. ഈ ഒരു ജ്യൂസ് യാതൊരു സംശയവുമില്ലാതെ ഈ ഒരു പോയിസൺ ക്രോണസ് കുടിക്കുന്നു. കുടിച്ച സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര നോഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഓരോ കുട്ടികളെയായിട്ട് വോമിറ്റ് ചെയ്യും. അവരൊക്കെ അഡൽട്സായി വോമിറ്റ് ചെയ്ത് ലാസ്റ്റ് ഈ കൊടുത്തിരിക്കുന്ന സ്റ്റോണ് ക്രോണസ് വോമിറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ടൈറ്റൻസും വീണ്ടും വെളിയിലേക്ക് വരുന്നു. ക്രോണസിൻ്റെ വയറിൽ നിന്നും വന്ന ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഒപ്പം കൂട്ടി സിയൂസ് വൺ ഓഫ് ദ ഹയസ്റ്റ് പീക്സ് ഇൻ ഗ്രീസ് മൗണ്ട് ഒളിമ്പസിൽ പോകുന്നു. ഇത്രയും നാളും തങ്ങളെ കഷ്ടപ്പെടുത്തിയ ടൈറ്റൻസിനെതിരെ ഇവർ ഒരു വാർ ഡിക്ലെയർ ചെയ്യാണ്. അതാണ് ദ വാർ ഓഫ് ദ ടൈറ്റൻസ്. 10 വർഷത്തോളം നീണ്ടു നിന്ന ടൈറ്റൻസും ഒളിമ്പ്യൻസും തമ്മിലുള്ള വാർ.